നിങ്ങളുടെ കയ്യിൽ പഴയ കട്ടിംഗ് ബോർഡ് ഉണ്ടോ? എന്നാൽ നമുക്ക് ഇതേപോലത്തെ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ കട്ടിംഗ് ബോർഡിൻ്റെ കുറച്ചും കൂടി നല്ലൊരു ഭാഗമാണ് ഞാൻ എടുത്തത്. ദാ ഈ ഒരു ഭാഗം. പിന്നെ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു റെഫറൻസ് പിക്ക് എടുത്ത് ഇതേപോലെ വരച്ചു കൊടുത്തു. പിന്നെ ഈ ഡാബ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലൂ ആണ് കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ള ടിഷ്യൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ടിഷ്യൂ ഉണങ്ങിയതിന് ശേഷം വെള്ളവും ഗ്ലൂവും കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് ഫുള്ളായിട്ട് മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്യാപ്പുള്ളടത്ത് കുറച്ച് എക്സ്ട്രാ ടിഷ്യൂ കൂടി വെച്ച് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇക്കറിലേക്ക് മാത്രം യൂസ് ചെയ്യുക. വേറെ വാട്ടർ കളറോ സ്കെച്ചോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പെയിൻറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കണതാണ് നല്ലത്. കാര്യം ഇത് ടിഷ്യൂ ആയതുകൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലുണ്ട്. ഞാനിപ്പം യൂസ് ചെയ്തപ്പം ഒട്ടും വെള്ളമാക്കാണ്ടാണ് യൂസ് ചെയ്തത്. ഈവൻ ബ്രഷിൽ വരെ വെള്ളമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ ത്രൂ ഔട്ട് പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ ഈ പെയിൻറ്റിങ്ങിൽ ഫസ്റ്റ് കോട്ടിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോട്ടിങ് കൂടിയും ചെയ്യാം. അങ്ങനെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്ത വാൾ ഡെക്കോർ എങ്ങനെയുണ്ട് കമൻറ്റിൽ പറയണേ. എൻ്റെ ഒരു മണ്ടത്തരത്തിന് ഞാൻ ഓവനിൽ വെച്ച് പൊട്ടിച്ചെടുത്ത പാത്രം അത്. എന്നാൽ പിന്നെ ഇത് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പൊട്ടിയ ഭാഗത്തും ക്രാക്ക് വീണ ഭാഗത്തും പശ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു പഴയ ബ്രഷ് എടുത്ത് കുറച്ച് ക്ലേ പൗഡറും വൈറ്റ് ഗ്ലൂവും വെള്ളവും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തു. പിന്നെ ഈ ക്രാക്കായ ഭാഗത്ത് കുറച്ച് വരയും പിന്നെ അതെ ഇതിൽ കാണുന്ന പോലെ കുറച്ച് ഡോട്ടായിട്ടും കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ഭാഗത്ത് ഫുള്ളും ഒരു ലൈറ്റ് ഗ്രീൻ കളർ അടിച്ചു കൊടുത്തു. പിന്നെ ഈ ഫ്ലവർ അല്ലാത്ത ബാക്കി ഡിസൈൻ ചെയ്ത ഭാഗത്തെല്ലാം ഗോൾഡൻ കളർ അടിച്ചു കൊടുത്തു. ഫ്ലവറിൽ റെഡ് കളറും പിന്നെ ഫ്ലവേഴ്സിൻ്റെ ബോർഡറായിട്ട് വരാനായിട്ട് എഗെയിൻ ഗോൾഡ് കളറും അടിച്ചു കൊടുത്തു. അങ്ങനെ പ്ലേറ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ചുമരിൽ വെച്ച് അത്യാവശ്യം ഭംഗിയുണ്ടാവില്ലേ? എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കുപ്പിയുടെ മൂടി വെച്ച് നമുക്കൊരു വാൾ ഡെക്കോർ ഉണ്ടാക്കാം. അതിനുവേണ്ടി വൈറ്റ് കളർ ആദ്യം ബേസ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ ക്ലേ പൗഡർ അതുപോലെ തന്നെ ഗ്ലൂവും വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഈ ഒരു ടെക്സ്ചർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം മുകളിൽ തിരുമാലയുടെ ഷേപ്പിലും താഴെ പരന്നിട്ടുമാണ് ഉള്ളത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റാർ ഫിഷ് വെച്ച് കൊടുക്കുകയാണ്. സ്റ്റാർ ഫിഷ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഷെല്ലുകൾ നമ്മളിവിടെ അടുത്ത് ബനാന ബീച്ചിൽ പോയപ്പോൾ കളക്ട് ചെയ്തെടുത്ത കുറച്ച് ഷെല്ലുകൾ ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുക്കുകയാണ്. ശേഷം അതിൻ്റെ പകുതി ഭാഗോളം യെല്ലോയും ബ്രൗണും കളർ മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ്. മുകളിൽ ഇതേപോലെ ആദ്യം ലൈറ്റ് ബ്ലൂ പിന്നെ ഡാർക്ക് ബ്ലൂ പിന്നെ അതിനേറ്റും കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ ശേഷം ബ്ലാക്ക് കളർ ഇത് അടിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നല്ലതുപോലെ ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ തിരമാല ഷേപ്പിൽ വൈറ്റ് കളർ കൊണ്ട് വരച്ചു കൊടുക്കുകയാണ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാൾ ഡെക്കോർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ആ അടുപ്പിൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് പുറത്തും അകത്തും ഞാൻ ഇതേപോലത്തെ ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഈ ഒരു ലൈറ്റിലെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങളോട് ഉണ്ടാക്കിയെടുക്കാം. മെയിനായിട്ട് ഡബ്ബിയും ടിഷ്യൂ പിന്നെ ആ ലൈറ്റ് വേണ്ടേ. പിന്നെ ഈ പെയിൻറ്റും ഗമ്മും സ്റ്റിക്കും വുളൻ നൂലും ഇതൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് കേട്ടോ. സ്റ്റിക്ക് അല്ലെങ്കിൽ സ്ട്രോ എടുക്കാം. ഞാൻ 4 സ്റ്റിക്ക് ഒരുമിച്ച് കൊടുത്ത് വുളൻ നൂല് വെച്ച് ഇതേപോലെ ചുറ്റിയെടുത്തു. പിന്നെ ഈ ഡബ്ബയുടെ ചുറ്റും പെയിൻ്റ് അടിച്ച് ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിൽ ടിഷ്യൂ വെട്ടി ഇതേപോലെ ഫോൾഡ് ചെയ്ത് സെൻറ്റർ ഭാഗം ഒട്ടിച്ചു കൊടുത്തു. ടോപ്പിൽ മാത്രമല്ല കേട്ടോ, സൈഡിൽ ഒട്ടിച്ചു കൊടുത്തു. ആദ്യം സൈഡിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ടോപ്പിൽ ചെയ്തത്. അത് ഫുള്ളായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ആവും. പിന്നെ കണ്ടെയ്നറിൻ്റെ മുടിയില്ലേ അതിൻ്റെ അടയ്ക്കുമ്പോഴുള്ള ഉൾവശത്ത് പെയിൻ്റ് അടിച്ചു കൊടുത്തു. പിന്നെ കണ്ടെയ്നറിൻ്റെ ഉള്ളിലും പെയിൻ്റ് അടിച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഡബ്ബയുടെ മുടിയിലും സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇങ്ങനെ നോക്കിയപ്പോൾ ഹൈറ്റ് ഇത്തിരി കൂടുതലായിട്ട് തോന്നി, അതുകൊണ്ട് കട്ട് ചെയ്ത് ഈ ഒരു ടൈപ്പ് ലൈറ്റില്ലേ ഇത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ സെലോ ടേപ്പ് വെച്ച് ചുറ്റിച്ച് ഒട്ടിച്ചു. അങ്ങനെ നമ്മുടെ മിനി ടേബിൾ ലാമ്പ് റെഡിയായി.